വിശുദ്ധരൊക്കെ വിശുദ്ധരായ കാരണം അറിയോ? ഭൂമിയെ അവര് ചവിട്ടി പുറത്താക്കിയോണ്ടാണ് അവർ വിശുദ്ധരായത്. ഭൂമിയും ഭൂമിയിലെ സുഖങ്ങളെയും അതിനെ ചവിട്ടി പുറത്താക്കുന്നവർ മാത്രമേ വിശുദ്ധരാകുള്ളൂ എന്ന് നീ തിരിച്ചറിഞ്ഞോളൂ. കൈയടിച്ച് കർത്താവ് പറഞ്ഞ പോരാ ഉച്ചത്തെ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മിസ്റ്റർ ഫ്രാൻസിസ് അസിസി കോടീശ്വര കുടുംബത്തിൽ പിറന്നവനാ. അപ്പന്റെ ബിസിനസ് തന്നെ അറിയോ? എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് ബിസിനസ്സാ. വലിയ പേര് കേട്ട അപ്പനാ. അപ്പോഴാണ് ഈ മകന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഒരു ദേവാലയത്തിൽ വെച്ചുണ്ടാകുന്നത്. യജമാനെയാണോ ദാസനെയാണോ സേവിക്കാൻ നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു യജമാൻ വെച്ച അർത്ഥം എന്നറിയോ? ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച അതിന്റെ നാഥനെ, അല്ലാതെ ദാസനെ അല്ല സേവിക്കേണ്ടത്. അപ്പൊ അവൻ എന്ത് ചെയ്തു? അവനെല്ലാം ഉപേക്ഷിച്ച് പുറത്തിറങ്ങി. അപ്പൊ അപ്പനും അമ്മയും കൂടെ വഴക്കായി. പറ്റിയല്ല, നിന്നെ ഞങ്ങൾ വളർത്തിയത് വലിയൊരു എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ്ങിന്റെ ബിസിനസ്സുകാരനാണോ? കോടീശ്വരനാകണം, വലിയ വീട് വെക്കണം, വലിയ സമ്പത്ത് ഉണ്ടാക്കണം. ഇതൊന്നും വലിയ കാര്യങ്ങളൊക്കെ. ആരാ ഇത്ര വലിയ കാര്യം? നിങ്ങളെ ആരാ തെറ്റാതെ പഠിപ്പ്? ഈ തെറ്റി പഠിച്ച് തലയ്ക്കാത്തിരുന്നുകൊണ്ട് മക്കൾക്കെല്ലാം തെറ്റായ മാർഗങ്ങളും വഴികളും പറഞ്ഞു കൊടുക്കുന്നു. അതാണ് വലുതെന്ന് പറയുന്നത്. എന്ത് വിട്ടിതോ? ഏത് വിശുദ്ധനെ മുമ്പിൽ നിൽക്കാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ട്? എനിക്ക് യോഗ്യതയുണ്ട്. ഈ വിശുദ്ധനെയൊക്കെ രൂപങ്ങൾ എടുത്തുകൊണ്ട് പെരുന്നാൾ നടത്തുമ്പോൾ ആ വിശുദ്ധരുടെ ജീവിതമായിട്ട് ഏതെങ്കിലും ബന്ധമുണ്ടോ? കൈയെടുത്ത് കർത്താവ് പറഞ്ഞേ പോരാ ഒറ്റ വിളിച്ചോയേ, ഹല്ലേലൂയാ. എന്നിട്ട് ഫ്രാൻസിസ് അസീസി അവിടെ ഒരു പ്രശ്നമായി. അവസാനം കാണാൻ പറ്റും അപ്പനും മകനും തമ്മിൽ വഴക്കായി. അപ്പം പറഞ്ഞു, നീ ഞാൻ പറയുന്നത് കേൾക്കണം. മോഹൻ പറഞ്ഞു, എനിക്ക് ദൈവം മതി, നിനക്ക് ഭ്രാന്ത, മുതുഭ്രാന്ത, വട്ട, നിനക്ക് ആത്മീയ ഭ്രാന്ത, എല്ലാം പറഞ്ഞു. ഒരു രക്ഷയില്ല. അവസാനം അപ്പനും മകനും തമ്മിൽ പിണങ്ങുന്നൊരു സമയം പിണങ്ങുവെച്ച് അകലുമ്പോ ഈ മകൻ തന്റെ മുഴുവൻ വസ്ത്രങ്ങളും ഉരിഞ്ഞ് മേശപ്പെടുത്തി വെച്ച്, അപ്പം തന്നതല്ല ഞാൻ അങ്ങ് തരിക, ഈ ശരീരം ഇതെന്റെ ദൈവം എനിക്ക് തന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തോട്ടിറങ്ങുന്നു. പിന്നീട് അവനൊരു ചാക്ക് വസ്ത്രം എടുത്ത് ദേഹത്തിട്ടിട്ട് അരയിൽ കയറും കെട്ടി ഇറങ്ങിപ്പോകുമ്പോൾ വഴിയിൽ നിന്ന് കുട്ടികളെല്ലാം കൂടെ കൂക്കു വിളിച്ചു, ദേ ഫ്രാൻസിസിന് ഭ്രാന്ത് പിടിച്ച് ഫ്രാൻസിസ് അവിടെ പറഞ്ഞേ ഹല്ലേലൂയാ. ലോകം മുഴുവൻ ഭ്രാന്തനെന്ന് വിളിച്ച ഈ ഫ്രാൻസിസിനെ അനേക വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തിരുസഭ വേറൊരു പേര് വിളിക്കുന്നുണ്ട്. എന്താണ് പേര്? രണ്ടാമത്തെ ക്രിസ്തു. രണ്ടാമത്തെ ക്രിസ്തു. നിന്റെ മക്കൾ എന്തേലും വളർന്നു, ഇത്രയൊക്കെ വലിയ വളർന്നെന്ന് പറഞ്ഞ് അഭിമാനിച്ചുകൊണ്ട് മാതാപിതാക്കള് ഇങ്ങനെ കൊട്ടിഘോഷിച്ചുകൊണ്ട് ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒരുപാട് പരിപാടി നടത്തുമ്പോൾ സത്യത്തിൽ നിങ്ങളുടെ മക്കൾ വളർന്നു. ദുരഭിമാനത്തെ താലോലിക്കരുത്. ദുരഭിമാനം ഒരു പാപം തന്നെയാ. പേരിനും പെരുമയ്ക്കും വേണ്ടി എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ടല്ലോ, മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് എടുക്കാൻ വേണ്ടി എടുക്കുന്ന തീരുമാനം, അത് പാപകര. അത് ക്രിസ്തുവിനോടും സഭയോടും ക്രൂശിതനോടുള്ള നിഷേധപരമായ പ്രവർത്തനം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, മാനസാന്തരപ്പെടണം. എനിക്കൊറ്റയാകുള്ളൂ. ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ക്രിസ്തുവിന്റെ സ്വന്തമായി തീരണമേ എന്നത് മാത്രമാണ് അച്ഛൻ്റെ എളിയ ആഗ്രഹവും പ്രാർത്ഥനയും. നിങ്ങളെല്ലാവരും ക്രിസ്തുവിന്റെ സ്വന്തമായി തീരണം. വേറെ ലോകത്തിന്റെയോ വസ്തുക്കളുടെയോ ആരുടെയോ സ്വന്തമാകരുത്. ഈശോ മിശിഹായുടെ സ്വന്തമായി തീരണം. കൈയടിച്ച് കർത്താവ് പറഞ്ഞ പോലെ